അസ്സലാമലൈക്കും മക്കളെ, സുഖമല്ലേ എല്ലാവർക്കും? പിന്നെന്ത് വിശേഷം? മഴയല്ലേ ഇപ്പം. അപ്പൊ 10 കിലോ ബീഫിന്റെ അച്ചാറിന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ അത് 5 കിലോ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. 5 കിലോ അച്ചാറിന്. അതിന് അച്ചാറിന്റെ എല്ലാ ബീഫ് നന്നായി കഴുകി വാര വെച്ചിട്ടുണ്ട്. വാര വെച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പ്, ഇഞ്ചി, എള്ളെണ്ണ, സിർക്ക. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കാം. ഇത് കുറച്ച് കുറച്ചായിട്ടേ വേവിക്കാൻ പറ്റൂ. ഫുള്ള് കുക്കറിൽ ഇടാൻ പറ്റൂല. അപ്പൊ കുറച്ച് കുറച്ച് വേവിച്ചിട്ട് നമുക്ക് അത് മാറ്റിയിട്ട് വെക്കാം. അതിലേക്ക് ഇടുന്ന പൊടികൾ ഞാൻ ലേശം ഇടാം. 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് നമുക്ക് ചുവന്ന മുളക് പൊടിച്ച് ഇടാം. കാശ്മീരിയാണ്. ഗരം മസാല പൊടിച്ചത് 1 സ്പൂൺ ഇടാം. നമുക്ക് നമ്മളെ ഉണക്കമുളക് ചില്ലിയാക്കിയത് പൊടി എന്താ 1 സ്പൂൺ ഇട്ട്. ആവശ്യത്തിന് ഉപ്പ് അത് ഇട്ട് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. കുക്കർ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് ഇളക്കാം. നല്ലോണം വെള്ളം ഒഴിക്കണ്ട, കുറച്ചേ വെള്ളം ഒഴിക്കണ്ടു. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ബീഫിൽ വെള്ളം ഉണ്ടല്ലോ, വേണ്ട. ഫുള്ള് വേണ്ട. 2 വിസിൽ ആയപാട് ഇത് ഓഫാക്കി വെച്ചിട്ട് വേണം മറ്റത് ആദ്യം കുക്കറിലേക്ക് അടുപ്പത്തിടാൻ. മക്കളെ, ഞാൻ ഇതാ അടുപ്പത്തേക്ക് നമ്മുടെ ബീഫ് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 10 കിലോന്റെ ഓർഡർ തന്നിന്. ഇപ്പൊ 5 കിലോൻ്റെതേ ഞാൻ കാട്ടിക്കുന്നില്ലു. മക്കളെ, നമ്മളെ ബീഫ് നന്നായി വേവിച്ച് അരിപ്പിയിൽ ഊറ്റിയിട്ട് വെക്കുന്നുണ്ട്. എന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് നമുക്ക് കാണാം. ബീഫ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എണ്ണ ഒഴിക്കുന്നത്. ബീഫ് പൊരിക്കാനിട്ട് മക്കളെ ഞാൻ അച്ചാറിൻ്റെ ബീഫിനെ പൊരിക്കുന്നു. മക്കളെ, നമ്മളെ ഇതാ ബീഫ് അടിപൊളിയായി പൊരിഞ്ഞ് കിട്ടി. നമ്മളെ ബീഫ് ഇതാ പൊരിയിട്ടിടുന്ന്. ബീഫ് അടിപൊളി പൊരിഞ്ഞ് അടിപൊളിയായി പൊരിച്ചെടുത്തു. നമുക്ക് അച്ചാറിൻ്റെ പണി തുടങ്ങാം. മക്കളെ, നമ്മളെ ബീഫ് റെഡിയായി പൊരിച്ചു വെച്ച് 5 കിലോ ബീഫ് പൊരിച്ചു വെച്ച് പിന്നെ നമുക്ക് അച്ചാറിൻ്റെ പണിയെടുക്കാം. പിന്നെ അച്ചാറിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് എല്ലാം ഒന്നായിട്ട് കറിവേപ്പ് എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. നന്നായി ഇതൊന്ന് വാഴയ്ക്കും. ഉപ്പിടണം. കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്, പൊടിയുപ്പല്ല. നന്നായി വാഴട്ടെ. മക്കളെ, ബീഫ് പൊരിച്ച അതേ എണ്ണയിലാണ് ഞാനിത് എല്ലാം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പ് എല്ലാം കൂടി ഇട്ട് ഒന്ന് വാട്ടുന്നത്. ബീഫ് പൊരിച്ച എണ്ണയിൽ. മക്കളെ, ഇത് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പ്, പച്ചമുളക് ഇതാ നന്നായി ബീഫ് പൊരിച്ച എണ്ണയിൽ ഇതാ നന്നായി വാട്ടി. പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഇത് കുരുമുളക് പൊടി, മുളക് പൊടിച്ചത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം 3 സ്പൂണ് ഇട്ടിന്. എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് 3 സ്പൂൺ, വലിയ സ്പൂണ് 3 സ്പൂണ് എല്ലാം കൂടിയിട്ട് 3 സ്പൂണ് 5 കിലോ ബീഫിന്.
നന്നായി പൊടികൾ എല്ലാം ഒന്ന് വാടണം. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് വേവിച്ച വെള്ളം കൂട്ടുന്നുണ്ട്. ബീഫ് വേവിച്ച വെള്ളം ഇനി നന്നായി ഇതൊന്ന് തിളച്ച് കുറുകട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് ബീഫും വെള്ളെണ്ണയും സുർക്കിയും എല്ലാം ഒഴിക്കാം. നന്നായി ഒന്ന് കുറുകട്ടെ. പൊരിച്ച ബീഫ് അച്ചാറാക്കുന്നതിലേക്ക് ഇടുന്നുണ്ട്. ഇത് അടിപൊളി അച്ചാർ, അടിപൊളി അച്ചാർ, നല്ല ബീഫ് അച്ചാർ റെഡി മക്കളെ. നല്ല അടിപൊളി അച്ചാർ. അതിലേക്ക് ഇനിയിപ്പോൾ സിർക്ക വെള്ളെണ്ണയിൽ ഒഴിക്കണത്ര. മക്കളെ നമ്മളെ ബീഫ് അച്ചാറിലേക്ക് ഇതാ ഞാൻ എള്ളെണ്ണ ഒഴിക്കുന്നു. അടിപൊളിയായിട്ട് എള്ളെണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് സിർക്ക് ഒഴിക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മക്കളെ ഇതാ നമ്മൾ അടിപൊളി ബീഫ് അച്ചാറിവിടെ റെഡി. ഓർഡർ ചെയ്യുന്നവരെല്ലാം ഓർഡർ ചെയ്തോ. അടിപൊളി ബീഫ് അച്ചാർ, അടിപൊളി അച്ചാർ. മക്കളെ നമ്മളിത് അടിപൊളി ബീഫ് അച്ചാർ റെഡിയായി. ഇതാ കുറേ ഓർഡർ ഉണ്ട്. ബീഫ് അച്ചാർ റെഡിയായി. പിന്നെന്താ മക്കളെ വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.